അസ്സലാമലൈക്കും ഡിയർ ഫ്രണ്ട്സ്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ്. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഒരു കാര്യം പറയട്ടെ. എല്ലാ ദിവസവും ഡെയിലി വീഡിയോയിൽ നിന്നും ഒരു ഗിഫ്റ്റ് നൽകുന്നുണ്ട്. ഗിഫ്റ്റ് വേണ്ടാത്തവർക്ക് അതിന്റെ ക്യാഷ് നൽകുന്നതാണ്. പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, എന്തെങ്കിലും ഒരു കമന്റ് ഇടുക. ഈ 3 കാര്യങ്ങൾ ചെയ്തവരെ മാത്രമേ സെലക്ട് ചെയ്യുകയുള്ളൂ. ഡെയിലി വിന്നേഴ്സിനെ കമ്മ്യൂണിറ്റി പോസ്റ്റ് വഴി ഡെയിലി അറിയിക്കുന്നതായിരിക്കും. ഇന്ന് ഗിഫ്റ്റ് ലഭിച്ചില്ലെങ്കിലും നിങ്ങൾ നിരാശപ്പെടേണ്ട, നാളെയും നിങ്ങൾക്ക് അവസരമുണ്ട്. അപ്പൊ ആദ്യം തന്നെ ഇതിനായിട്ട് ഞാനിവിടെ ചെറിയൊരു കടായി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഒന്ന് കൂട്ടി വെച്ചു കൊടുക്കുക. അതുപോലെ കടായി ഒന്ന് ചൂടായി കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കുക. ഉടനെ തന്നെ ഇതിലേക്ക് ഈ ഐസ് ക്യൂബ്സിന്റെ മുകളിലായിട്ട് മുട്ട പൊട്ടിച്ച് ഒഴിക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് മൂടി വെച്ച് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഈ ഐസ് ക്യൂബ്സിന്റെ മുകളിലായിട്ടാണ് നമുക്ക് മുട്ട പൊട്ടിച്ചൊഴിക്കാനായിട്ട്. ടൈം ഒന്ന് കൂട്ടി വെച്ച് കൊടുക്കുക. ഈ മുട്ട ഇങ്ങനെ വെള്ളം പൊങ്ങി വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കാം. വേണമെന്നുണ്ടെങ്കിൽ തുറന്നിട്ട് വേണമെന്നുണ്ടെങ്കിലും കുക്ക് ചെയ്യാം. ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കാം. പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും. ഇങ്ങനെ ചെയ്യുമ്പോൾ മുട്ട നല്ല സോഫ്റ്റ് ആയിരിക്കും, ഉള്ളിൽ നല്ല ജെല്ലി ആയിരിക്കും, മുട്ടയൊക്കെ വെന്തിട്ടുണ്ടാവും, നല്ല ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. ഇത് നമ്മൾ പ്രത്യേകിച്ച് എണ്ണ ഒന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. പിന്നെ കുറച്ച് ഐസ് ക്യൂബ്സ് ഇടുക. ഇതുപോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. 1.5-2 മിനിറ്റ് ഒക്കെ ആകുമ്പോൾ ഇതുപോലെ ഒന്ന് തുറന്ന് നോക്കാം. ഐസ് ക്യൂബ്സ് ഒക്കെ മെൽറ്റായി വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് എടുത്ത് മാറ്റാം. ഇപ്പൊ കണ്ടില്ലേ, നല്ല ഫ്ലഫി ആയിട്ട് അതാ വന്നിട്ടുണ്ട്. വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം കുറച്ച് വയ്ക്കുമ്പോൾ അറിയാൻ പറ്റും വെള്ളമൊക്കെ വറ്റി വന്നിട്ടുള്ളത്. അപ്പൊ ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും ചെയ്തിട്ടെടുക്കാം. അപ്പൊ മുട്ടയെല്ലാം കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിപ്പോ ഞാൻ മൂടി വെച്ചിട്ട് കുക്ക് ചെയ്തെടുത്തതാണ് ഇങ്ങനെ കാണുന്നത്. ഈ 3 ഞാൻ മൂടി വെച്ചിട്ടാണ് കുക്ക് ചെയ്തെടുത്തത്. 3 മൂടി വെക്കാതെ എടുത്തത് കൊണ്ടാണ് ഇരിക്കുന്നത്. നല്ല ടേസ്റ്റ് ആണ് ഇങ്ങനെ ചെയ്തിട്ടെടുക്കുമ്പോൾ കഴിക്കാനായിട്ട്. ഇങ്ങനെ മുട്ട തയ്യാറാക്കി എടുക്കുമ്പോൾ നല്ല ടേസ്റ്റും സോഫ്റ്റും ആണ്. ഉള്ളിലൊക്കെ നല്ല ജ്യൂസി പോലെയാണ് ഇരിക്കുന്നത്. ഇവിടെ ഇരിക്കട്ടെ. ഒരു ബൗളിലേക്ക് 250 ml കപ്പിന് 2 കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം. കപ്പ് അളവിലാണെന്നുണ്ടെങ്കിൽ കപ്പ് അളവിൽ അളന്നിട്ടെടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ വീട്ടിൽ ചായയും വെള്ളമൊക്കെ കുടിക്കുന്ന ഗ്ലാസ്സിൽ മാവ് അളന്നെടുത്താൽ മതി. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഒരു 1/2 ടീസ്പൂൺ ഉപ്പാണ് ചേർക്കുന്നത്. ഒക്കെ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചും എടുക്കാം. ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 1 ടീസ്പൂൺ പഞ്ചസാരയാണ്. നമ്മൾ ഈ മാവ് കുഴച്ചെടുക്കുന്നത് വെള്ളത്തിലല്ല, പാലിലാണ്. അതുകൊണ്ടാണ് പഞ്ചസാര എടുത്തിട്ടുള്ളത്. പഞ്ചസാര വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇല്ലാന്നുണ്ടെങ്കിൽ പഞ്ചസാര ഒഴിവാക്കാം. പഞ്ചസാര ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. പഞ്ചസാര വേണ്ടാത്തവർക്ക് പഞ്ചസാര ഒഴിവാക്കിയിട്ട് ചെയ്യാവുന്നതാണ്. ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള പാൽ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ തണുപ്പിച്ചെടുത്ത പാലല്ല, തിളപ്പിച്ച് ചൂട് ജസ്റ്റ് ഒന്ന് മാറിയിട്ട് എടുത്തിട്ടുള്ള പാലാണ്. കയ്യിൽ പിടിക്കാവുന്ന ചൂടേ ഉള്ളൂ. പാലും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് നമുക്ക് കുഴച്ചെടുക്കാം. ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പാൽപ്പൊടി 1-2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ പാൽപ്പൊടി ചേർത്ത് കൊടുക്കുന്നില്ല, പാലിൽ തന്നെയാണ് ചെയ്തിട്ടെടുക്കുന്നത്. അപ്പോൾ നമ്മളെ പൊടിക്ക് അനുസരിച്ചിട്ട് പാല് ചേർത്ത് കൊടുക്കാം. നല്ല കട്ടിയുള്ള പാല് വേണം എടുക്കാൻ. ഇതിമേ ഒരുമിച്ച് പാലൊഴിക്കരുത്, കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ച് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കാം. അപ്പൊ നമ്മൾ എടുത്ത 1 കപ്പ് പാല് മുഴുവനും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഏത് കപ്പിലാണോ മാവ് അളന്നെടുക്കുന്നത്, ഗ്ലാസ്സിലായാലും കപ്പിലായാലും അതേ കപ്പിന്റെ അളവിൽ പകുതിയാണ് നമ്മൾ പാലെടുക്കുന്നത്. 2 കപ്പ് ഗോതമ്പ് പൊടിക്ക് 1 കപ്പ് പാലാണ് എടുക്കുന്നത്. ഇനി വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു കാര്യം കൂടി ചേർക്കുന്നുണ്ട്. അപ്പൊ ജസ്റ്റ് ഒന്ന് കുഴച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യോ ബട്ടറോ അല്ലെങ്കിൽ എണ്ണയോ എടുക്കാവുന്നതാണ്. നന്നായിട്ടൊന്ന് കുഴച്ച് ഇതൊന്ന് ഉരുട്ടിയെടുക്കാം. അപ്പോൾ മാവ് നല്ലോണം കുഴച്ചെടുത്തിട്ടുണ്ട്. ഒരു 2 മിനിറ്റെങ്കിലും മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുക്കണം. നമുക്ക് ഇതുപോലെ സോഫ്റ്റ് ആയിട്ട് മാവ് കുഴച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ മാവ് റെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് കുഴച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 10 മിനിറ്റെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം. എന്നാൽ മാത്രമേ മാവ് സോഫ്റ്റ് ആയി കിട്ടുള്ളൂ. പിന്നെ വീണ്ടും നമുക്ക് ഒന്നും കൂടെ കുഴച്ചെടുക്കേണ്ടി വരും. 2 മിനിറ്റെങ്കിലും നല്ലോണം സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ മാവ് പിന്നെ കുഴക്കേണ്ട ആവശ്യമില്ല. ഇനി മാവിൽ നിന്നും കുറച്ച് മാവ് എടുക്കാം. ഒരു നാരങ്ങ വലുപ്പത്തിലുള്ള മാവ് എടുത്തിട്ട് ഉരുട്ടിയെടുക്കാം. അപ്പൊ എല്ലാ മാവും ഇതുപോലെ ഉരുട്ടിയെടുക്കുക. അപ്പൊ മാവ് ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. ഒരു ഉരുള മാവ് എടുക്കുക, ഗോതമ്പ് പൊടിയിൽ ഇട്ട് ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് പരത്തിയും കൂടെ കൊടുക്കാം. ഇനി ഇതൊന്ന് പരത്തിയെടുക്കാം. പരത്തിയെടുത്തിട്ടുണ്ട്. നമ്മൾ പരത്തിയെടുത്ത മാവ് ചൂടായി കിടക്കുന്ന തവയിലിട്ട് ചുട്ടെടുക്കാം. ഇപ്പൊ ചപ്പാത്തിയൊക്കെ 2 സൈഡും നല്ലോണം കുക്കായി വന്നിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ബാക്കിയെല്ലാം ചുട്ടെടുക്കാം. അപ്പൊ നമ്മുടെ ചപ്പാത്തി എല്ലാം ചുട്ടെടുത്തിട്ടുണ്ട്. ചുട്ടെടുക്കുമ്പോൾ ആ പാലൊഴിച്ച് നമ്മൾ മാവ് റെഡിയാക്കി എടുത്തത് കൊണ്ട് നല്ലൊരു മണമാണ്, മാത്രമല്ല നല്ല ടേസ്റ്റുമാണ്. നമുക്ക് ചൂടായി കിടക്കുന്ന ഒരു കടായിലേക്ക്
1 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഒലിവ് ഓയിലിന് പകരം നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിൽ എടുക്കാവുന്നതാണ്. ഇനി നല്ലൊരു ടേസ്റ്റ് മണമൊക്കെ കിട്ടുന്നതിന് വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ ബട്ടറും കൂടി ചേർത്ത് കൊടുക്കാം. ബട്ടറൊക്കെ ഒന്ന് മെൽറ്റായി വരണം. ഫ്ലെയിം കുറച്ച് വെച്ച് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ ഇതിൽ ബട്ടറിൽ വേണമെന്നുണ്ടെങ്കിൽ ബട്ടറിൽ മാത്രം ചെയ്തിട്ടെടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ എണ്ണയും ബട്ടറും ചേർത്തിട്ടും ചെയ്തിട്ടെടുക്കാം. ബട്ടർ ഇല്ലാന്നുണ്ടെങ്കിൽ സൺഫ്ലവർ ഓയിൽ മാത്രം എടുത്താലും മതി. ഏതെങ്കിലും ഒരു റിഫൈൻഡ് ഓയിൽ എടുക്കാം. ബട്ടർ ഒന്ന് മെൽറ്റായതിന് ശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർക്കാം. പിന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ആ പച്ചച്ചുവ ഒന്ന് മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഫ്ലെയിം മീഡിയം ഫ്ലെയിം വെച്ച് കൊടുക്കാം. ഇതിന് പകരമായിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് വേണമെന്നുണ്ടെങ്കിലും എടുക്കാം. 1 ടീസ്പൂൺ ഇഞ്ചി പേസ്റ്റും 1.5 ടീസ്പൂൺ വെളുത്തുള്ളി പേസ്റ്റും എടുക്കാം. ഇതിൽ കുറച്ച് വെളുത്തുള്ളി കൂടുതലാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഒരു 10 സെക്കൻഡ് ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ 10 സെക്കൻഡ് ആയപ്പോൾ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ആ ഒരു പച്ച ചുവയൊക്കെ ഒന്ന് മാറിയതിന് ശേഷം ഇതിലേക്ക് വലിയ സവാള പൊടി പൊടിയായിട്ട് കട്ട് ചെയ്ത് ചേർക്കാം. ചെറിയ സവാളയാണെന്നുണ്ടെങ്കിൽ 2 എടുക്കാം. ഇനി സവാള ഒന്ന് വഴന്ന് കിട്ടുന്നതിന് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ സവാളയൊക്കെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഒരുപാട് വഴന്ന് ഗോൾഡൻ നിറമൊന്നും ആവേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് വാടി കിട്ടിയാൽ മാത്രം മതി. വാടി നല്ലോണം ഒന്ന് സോഫ്റ്റായി കിട്ടണം. ഇനി ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇത് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി, ഇല്ലാന്നുണ്ടെങ്കിൽ പഞ്ചസാര ഒഴിവാക്കാം. ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ അതാ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കുക. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. സാധാരണ നമ്മൾ എരിവുള്ള മുളക് പൊടിയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ആണെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. കാശ്മീരി മുളക് പൊടിക്ക് അധികം എരിവൊന്നും ഉണ്ടാവില്ല. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കാം. ഇനി ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും ഒരു 1/2 ടീസ്പൂൺ വലിയ ജീരകം പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. വലിയ ജീരകം പൊടിച്ചതില്ല എന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടിയൊന്നും ചേർക്കുന്നില്ല. പൊടികളുടെ പച്ചമണം മാറി കിട്ടുന്നവരെ ഒരു 10 സെക്കൻഡ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ ആ പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി കിട്ടിയതിന് ശേഷം ഇതിലേക്ക് 3 മീഡിയം സൈസ് തക്കാളി ചോപ്പറിൽ വെച്ചിട്ട് ഒന്ന് ചോപ്പ് ചെയ്തെടുത്തതാണ്. അല്ലാന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്താലും മതി. പെട്ടെന്നൊന്ന് വഴന്ന് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ചോപ്പറിൽ വെച്ചിട്ട് ഒന്ന് ചോപ്പ് ചെയ്തെടുത്തത്. അപ്പോൾ വലിയ തക്കാളിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ 2 എടുക്കുക. മീഡിയം സൈസ് ചെറിയ തക്കാളി ആണെന്നുണ്ടെങ്കിൽ 3 എടുക്കുക. തക്കാളി നന്നായിട്ടൊന്ന് വഴന്ന് വരണം. അപ്പോൾ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് 1 മിനിറ്റ് ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. ഇപ്പം നമ്മൾ മൂടി വെച്ച് കൊടുത്തിട്ട് 1 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. അപ്പോൾ തക്കാളിയൊക്കെ നല്ലതുപോലെ വെന്ത് ഉടഞ്ഞ് വന്നിട്ടുണ്ട്. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ ടൊമാറ്റോ കെച്ചപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ടൊമാറ്റോ ഒന്ന് ഒരു ചെറിയ ടൊമാറ്റോ മിക്സിയിൽ ജാറിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. ഒന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന ക്യാപ്സിക്കം ആണ്. 1 ക്യാപ്സിക്കം ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. അപ്പം പല കളറിൽ 3 കളറിൽ ക്യാപ്സിക്കം ഉണ്ട്. അപ്പോൾ അത് 3 ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് കുറച്ച് ചേർത്ത് കൊടുക്കുക. 1 കപ്പാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. ഞാനിപ്പോൾ 1 കളറുള്ള പച്ച മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ക്യാപ്സിക്കം ഒന്നും ഒരുപാട് വെന്ത് പോകേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. സിമ്പിളാണ്, പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. നല്ല അടിപൊളി ടേസ്റ്റാണ്. എന്തിൻ്റെ കൂടെയും ഇത് സൈഡായിട്ട് കഴിക്കാവുന്നതുമാണ്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതാ 1 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇതിന് പകരമായിട്ട് തേങ്ങാപ്പാൽ വേണമെന്നുണ്ടെങ്കിൽ തേങ്ങാപ്പാലും ചേർത്ത് കൊടുക്കാം. ഇനി ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ച് കൊടുക്കുക. നല്ലതുപോലെ ഒന്ന് കുറുകി വന്നാൽ മാത്രം മതി. അപ്പോൾ നമ്മൾ ആദ്യം സവാള വഴറ്റുന്ന സമയത്ത് കുറച്ച് ഒരു 1/2 ടീസ്പൂൺ ഉപ്പേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ഇനി ഉപ്പ് നോക്കിയിട്ട് കുറവാണെന്നുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇപ്പം ഞാൻ എന്താ ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ ടൊമാറ്റോ കെച്ചപ്പ് ഞാൻ 1 ടേബിൾ സ്പൂണാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. വേണമെന്നുണ്ടെങ്കിൽ 2 ടേബിൾ സ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഇതാ ഒന്ന് കുറുകിയൊക്കെ വന്നിട്ടുണ്ട്. ഒരുപാടിട്ട് കുറുക്കരുത്, എന്നാൽ പിന്നെ ക്യാപ്സിക്കൊക്കെ വെന്ത് പോവും, കഴിക്കാനൊരു ടേസ്റ്റ് ഉണ്ടാവില്ല. ഒന്ന് തിളച്ച് വരുമ്പോൾ തന്നെ അത് കുറുകി കിട്ടും. ഇനി നമ്മൾ ലാസ്റ്റിൽ ചേർത്ത് കൊടുക്കുന്നത് മല്ലിയിലയാണ്. കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മുട്ട ഇതിൻ്റെ മുകളിലായിട്ട് ഓരോന്നായിട്ട് വെച്ച് കൊടുക്കുക. തയ്യാറാക്കിയ ഓരോ മുട്ടയായിട്ട് ഈ മസാലയിൽ വെച്ച് കൊടുക്കാം. 6 മുട്ടയിലാണ് ഇത് തയ്യാറാക്കി എടുത്തിട്ടുള്ളത്.
ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് മസാല ഇട്ട് കൊടുക്കുക. അപ്പോൾ മസാലയൊക്കെ ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. ഇനി കുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, ഓൾറെഡി കുക്കായിട്ടുണ്ട് മുട്ട. നമ്മുടെ മസാലയൊക്കെ പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മുട്ട മസാല അതായത് ഇതിൻ്റെ പുറത്തായിട്ട് വെച്ച് കൊടുക്കണം. നമ്മൾ തയ്യാറാക്കിയ ചപ്പാത്തിയിലേക്ക് വെക്കാം. ഞാൻ ഇതിൻ്റെ ഉൾഭാഗമൊക്കെ ഒന്ന് കാണിച്ചു തരാം. ഈ മുട്ടയുടെ നല്ല ജെല്ലി പോലെയാണ് ഇരിക്കുന്നത്. നമുക്ക് ഈ മസാല തയ്യാറാക്കി അങ്ങനെ വേണമെന്നുണ്ടെങ്കിലും കഴിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം തയ്യാറാക്കിയില്ലേ അങ്ങനെ വേണമെന്നുണ്ടെങ്കിലും കഴിക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്, അധികം അങ്ങ് വെന്ത് പോയിട്ടുമില്ല, നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഉള്ളൊക്കെ ഇരിക്കുന്നത്. അപ്പം നിങ്ങൾ എന്തായാലും മുട്ട വെച്ചിട്ടുള്ള ഈ മുട്ട മസാലയും ചപ്പാത്തിയും തയ്യാറാക്കി നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും. അപ്പം നമുക്ക് മറ്റു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്